ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അയാൻസ് കേക്ക് വേൾഡ്. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ ബെസ്റ്റിയും സിസ്റ്ററും എല്ലാമായ വിസ്മയ വിച്ചു ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് പോകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ നിന്നും 11 മണിക്ക് മാത്രമേ കൂത്തുപറമ്പിലേക്ക് ഡയറക്റ്റ് ബസ്സുള്ളൂ. അല്ലാത്ത വർഷം അഞ്ചരക്കണ്ടി പോയിട്ട് അവിടെ നിന്ന് പോകണം. ഇപ്പോൾ ഞങ്ങൾ അഞ്ചരക്കണ്ടി കുറച്ച് നേരം ബസ് നിർത്തിയിട്ടതിന് ശേഷം വീണ്ടും കൂത്തുപറമ്പിലേക്ക് പോവുകയാണ്. വീഡിയോയ്ക്ക് മുകളിൽ കാണിച്ചിരിക്കുന്ന ഡ്രസ്സ് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്ന് എന്നോട് കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ആ ഡ്രസ്സ് വാങ്ങിച്ച ഷോപ്പിലേക്കാണ് പോകുന്നത്. ഇത് തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്തതൊന്നുമല്ല, റെഡിമെയ്ഡ് തന്നെയാണ് വരുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ കൂത്തുപറമ്പ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് മീൻ മാർക്കറ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. പുതിയ സിഗ്നൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കൂത്തുപറമ്പ് വരുന്നത്. മീൻ മാർക്കറ്റിന് നേരെ എതിർവശമാണ് 4KD സ്റ്റോർ എന്ന ഈ ഷോപ്പ് വരുന്നത്. 3 നിലകളിലായിട്ട് ഒരു വീട്ടിലേക്ക് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ലേഡീസ് ഐറ്റംസൊക്കെ 2ാം നിലയിലാണ് വരുന്നത്. ഞങ്ങൾ നേരെ 2ാം നിലയിൽ പോയി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഓണത്തിൻ്റെ ഓഫർ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ എല്ലാ സാധനങ്ങളും കിട്ടിയിരുന്നു. ഇപ്പോഴും നല്ല ബെസ്റ്റ് പ്രൈസിൽ തന്നെയാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ബാഗി പാൻറ്റും 2 ടോപ്പും എടുത്ത് കയ്യിൽ പിടിച്ചു. ഡ്രസ്സിങ് റൂമിൽ പോയി ചേഞ്ച് ചെയ്ത് നോക്കി. ആദ്യത്തെ ടോപ്പ് കുറച്ച് ഇറക്കം കുറവായിരുന്നു, അതുകൊണ്ട് അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ 2ാമത്തെ ടോപ്പ് എനിക്കും വിച്ചുവിനും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. 2 ടോപ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷേ ആദ്യത്തേതിന് കുറച്ച് ഇറക്കം കുറവായതുകൊണ്ട് മാത്രമാണ് അത് എടുക്കാതിരുന്നത്. അങ്ങനെ ഇത് ഞങ്ങൾ ഫിക്സ് ചെയ്തു. അതിനുശേഷം താഴെ കിഡ്സ് സെക്ഷനിലോട്ട് പോയി. അവിടെ എത്തിയപ്പോഴാണ് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ വന്നത്. എല്ലാത്തിനും 259, 249 അങ്ങനെ റേറ്റ് വരുന്നുള്ളൂ. നല്ല അടിപൊളി ടീഷർട്ടാണ്. അങ്ങനെ അവസാനം അതിലൊരു പിങ്കും ബ്ലാക്കും ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ജെൻസിൻ്റെ ഒരുപാട് കളക്ഷൻ ഇവിടെയുണ്ട്. അപ്പോൾ അടുത്തത് ഞങ്ങൾ 3ാമത്തെ നിലയിലോട്ടാണ് പോകുന്നത്. കിച്ചൺ ഐറ്റംസും കണ്ടെയ്നർ ബോക്സൊക്കെ അവിടെയാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് കേക്കിൻ്റെ ആവശ്യത്തിനായിട്ട് കുറച്ച് കണ്ടെയ്നർ ബോക്സ് വേണമായിരുന്നു. നമ്മൾ ഏറ്റവും കുഴക്കുന്ന സെക്ഷനാണ് കിച്ചൺ ഐറ്റംസിൻ്റെ സെക്ഷൻ. അവിടെ എത്തുമ്പോൾ എല്ലാം കൂടി വാരിക്കോരി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തോന്നും. ഞാൻ 3 കണ്ടെയ്നർ ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോന് വേണ്ടിയിട്ട് ഒരു ചെറിയ ലഞ്ച് ബോക്സ് എടുത്തു. പിന്നെ വെറൈറ്റി ആയിട്ടൊരു പ്ലേറ്റ് കണ്ടപ്പോൾ അനിയൻ്റെ മക്കൾക്കും മോനും കൂടിയിട്ട് പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാട്ടർ ബോട്ടിൽസിൻ്റെയും ലഞ്ച് ബോക്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതിലൊരു സ്നാക്സ് ബോക്സിൻ്റെ ബർഗർ മോഡൽ കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി. അത് ഞാൻ എടുത്തു നോക്കുമ്പോൾ അത് തീരെ ചെറുതായിരുന്നു. അപ്പോൾ 2-3 അറകളുള്ള ഒരു സ്നാക്സ് ബോക്സാണ് ഞാൻ മോന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോണ്ടൻ കട്ടേഴ്സും നോസിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് 2-3 കണ്ടെയ്നർ ബോക്സും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കാണുന്ന ചെറിയ 4 പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് 29 രൂപയാണ് വില വരുന്നത്. കണ്ടെയ്നർ ബോക്സിനൊക്കെ 19 രൂപ മുതൽ ഇങ്ങോട്ടാണ് വില വരുന്നത്. ഇവിടെ കയറിയപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല. ഒരുപാട് സമയം ഞങ്ങൾ അതിനുള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റോറേജ് ബോക്സ് കൂടി വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തു വെച്ചതായിരുന്നു. പിന്നെ അത് വലിപ്പം കൂടുതൽ കാരണം ഞാനത് തിരിച്ചു വെച്ചു. കാരണം ബസ്സിലാണ് പോകേണ്ടത്, എടുത്തു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് തിരിച്ചു വെച്ചു. മീഷോയിലൊക്കെ കണ്ടിട്ട് മുന്നേ ലൈക്ക് ചെയ്ത് വെച്ച സ്റ്റോറേജ് കണ്ടെയ്നറായിരുന്നു അത്. അപ്പോൾ അടുത്ത പ്രാവശ്യം വണ്ടി എടുത്ത് വരുവാണെങ്കിൽ തീർച്ചയായും വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയും നിന്നാൽ കീശ കാലിയാവും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് സ്കൂട്ടായി. പിന്നെ ഞങ്ങൾ കേക്കിൻ്റെ എസൻഷ്യൽ സാധനങ്ങൾ വാങ്ങാനാണ് പോയത്. റോയൽ ബേക്കിംഗ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഞാൻ കൂത്തുപറമ്പ് വന്നാൽ എപ്പോഴും ഇവിടെ നിന്നാണ് സാധനം വാങ്ങാറുള്ളത്. വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിഖിലേട്ടനും പറഞ്ഞു അതെന്താ സന്തോഷമുള്ള കാര്യമായിരുന്നു, തീർച്ചയായും എടുത്തോളൂ. ഞങ്ങളൊക്കെ ഇനി വൈറലാവുമോ എന്ന് ചോദിച്ചൊരു ചിരിയും. പറഞ്ഞു വന്നത് കേക്ക് ബേക്കിങ്ങിന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട്. കുറേ നാളായി ഞാനൊരു സ്റ്റീലിൻ്റെ ടേൺ ടേബിൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് അത് കിട്ടി. ബേബി ബേക്കറിയുടെ തൊട്ടടുത്താണ് ഇവരുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ഇവിടെ ഷോപ്പ് കയറി നോക്കാൻ മറക്കരുത്. സ്ഥിരമായിട്ട് ബേക്കിംഗ് ഐറ്റംസ് വാങ്ങുന്ന ഷോപ്പ് ഞങ്ങളുടെ നാട്ടിൽ വേറെയുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ബേബി ബേക്കേഴ്സിലേക്ക് പോയി. പർച്ചേസൊക്കെ കഴിഞ്ഞത് കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. വിളിച്ച് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ പറയാൻ ഞങ്ങളെയും കൂടി എടുക്കും. അങ്ങനെ അവരെ ഫോട്ടോ കൂടി ഒന്ന് ഫ്രെയിമിൽ പകർത്തി ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയി. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓൾറെഡി സബ്സ്ക്രൈബർ ആയ കൂട്ടുകാരാണെങ്കിൽ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ വിച്ചൂട്ടി ഒരു ചോക്ലേറ്റ് കാരമലിനും ഞാനൊരു ഫാലൂദക്കും ഓർഡർ കൊടുത്തു.
അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നേരെ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.